കേരളത്തിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തണമെന്നും അതുമൂലം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണമെന്നും എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും വരുന്ന ടൂറിസ്റ്റുകളെ നന്നായി സ്വീകരിക്കാനും നമ്മളിപ്പോൾ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ പര്യാപ്തമാണോ? സേഫ്റ്റി, സർവീസുകൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ നമുക്ക് വിനോദസഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിന് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ട്രാവലിംഗ് ഫെസിലിറ്റിക്കാണ്. യാത്രാ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ലക്ഷറി യാത്രാ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അടുത്ത കാലം വരെ ഏറെ പിന്നിലായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം മാറുകയാണ്. ഇന്ത്യയിലെ റെയിൽവേ സർവീസിലുണ്ടായ ഗുണകരമായ ഒരു മാറ്റം ടൂറിസം സെക്ടറിന് ഏറെ ഗുണകരമാവുന്നുണ്ട്. വന്ദേ ഭാരത്, മെട്രോ സർവീസുകൾ, വാട്ടർ മെട്രോ, അങ്ങനെ നമ്മൾ ഇപ്പോൾ പുരോഗതിയിലാണ്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം മുഖം മിനുക്കിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോടും എറണാകുളത്തും നടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്. അതുമാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലും നവീകരണം നടക്കുന്നുണ്ട്. വടകര സ്റ്റേഷൻ്റെയൊക്കെ ഫോട്ടോകളും റീലുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ മാറ്റവും കേരളത്തിനും ടൂറിസത്തിനും ഗുണം ചെയ്യും. മെട്രോ ട്രെയിൻ മുതൽ വന്ദേ ഭാരത് വരെ എത്തി നിൽക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ച. ഇനി ബുള്ളറ്റ് ട്രെയിനുകളുടെ കാലമാണ്. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ കോറിഡോറിന്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2027 ഡിസംബറോടുകൂടി അത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മണിക്കൂറിൽ 320 കിലോമീറ്റർ സ്പീഡിൽ മുംബൈ, മഹാരാഷ്ട്ര, അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാനാകും. ഇത് വിജയമായാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. അതിൽ കേരളവും ഉൾപ്പെട്ടാൽ നമുക്ക് മുമ്പിൽ തുറക്കുന്നത് ടൂറിസം വികസനത്തിൻ്റെ വലിയ സാധ്യതകളാണ്.